നമസ്കാരം. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിൽ അനധികൃത താമസക്കാർക്ക് പദവി ശരിപ്പെടുത്താൻ നൽകിയ സമയപരിധി അവസാന ഘട്ടത്തിലേക്ക്. തുടർ നടപടികൾക്കായുള്ള ഒരുക്കങ്ങൾ അധികൃതർ ഊർജിതപ്പെടുത്തി. നിയമലംഘകരെ കണ്ടെത്താൻ ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങളുടെ പ്രത്യേക സംഘം. ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും പുണ്യനഗരിയിലെത്തി. ഈ വർഷത്തെ അവസാന ഹജ്ജ് വിമാനങ്ങളുടെ വരവ് ഇന്ന് അവസാനിക്കും. കേരളത്തിൽ നിന്നുള്ള അവസാന ഹജ്ജ് വിമാനവും എത്തി. ഫലസ്തീൻ മനുഷ്യാവകാശ പ്രവർത്തകൻ റാജി സുറാനിക്ക് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. അവാർഡ് തുക ഫലസ്തീൻ തടവുകാർക്കെന്ന് റാജി സുറാനി. റഫ അതിർത്തിയിൽ ഗസയിലേക്കുള്ള തുരങ്കങ്ങൾ ഈജിപ്ഷ്യൻ സൈന്യം തകർത്തത് ഗസയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു. ഗസയ്ക്കുള്ള നികുതി വരുമാനം ഇല്ലാതായി. ഈജിപ്ത് സൈന്യത്തിന് നൽകി വരുന്ന ധനസഹായം അമേരിക്ക റദ്ദാക്കും. പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടാകുമെന്ന് റിപ്പോർട്ട്. നടപടി സൈനിക അട്ടിമറിയിലൂടെ ജനാധിപത്യ സർക്കാരിനെ പുറത്താക്കിയതിനെ തുടർന്ന്. ഇന്ന് ലോക തപാൽ ദിനം. വാർത്താവിനിമയ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പായിരുന്നു തപാൽ സംവിധാനം. മറ്റൊരു തപാൽ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ വർഷങ്ങളുടെ പ്രവാസ പാരമ്പര്യമുള്ള മലയാളികളുടെ കത്തെഴുത്തിന്റെയും തപാൽ അനുഭവങ്ങളുടെയും ഗൃഹാതുരത പരിശോധിക്കുകയാണ് ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ്. ആദ്യം ദുബൈയിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് കാണാം. കത്തെഴുത്തും തപാൽ സംവിധാനവും ലോകമൊട്ടാകെയുള്ളവരുടെ ഗൃഹാതുരത്വമാണെങ്കിലും മലയാളി പ്രവാസികളുമായി അതിന് അഭേദ്യ ബന്ധമാണുള്ളത്. കണ്ടും കേട്ടും ആശയവിനിമയത്തിന് സാധ്യമല്ലാതിരുന്ന കാലത്ത് കത്തിന് അത്രമേൽ സ്ഥാനമുണ്ടായിരുന്നു പ്രവാസികളുടെ ജീവിതത്തിൽ. കത്തിനു വേണ്ടി മിടിക്കാത്ത ഹൃദയങ്ങളുണ്ടായിരുന്നില്ല പ്രവാസ ലോകത്ത്. പക്ഷേ ഇന്ന് കത്തിനു വേണ്ടി ആരും കാത്തിരിക്കുന്നില്ല എന്ന പരാതിയേക്കാൾ അതിന്റെ ആവശ്യമേയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. സാങ്കേതിക വിദ്യ അത്രക്ക് പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. ദിവസവും നാട്ടിലുള്ള സ്വന്തക്കാരുമായി ബന്ധം പുലർത്താത്തവർ ഇന്ന് വളരെ വിരളമായിരിക്കും. നമ്മൾ ടെലിഫോണിലൂടെ എന്നുള്ള സംഭാഷണം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആ ഒരു വൈകാരികത അല്ലെങ്കിൽ നമ്മളെ ഒരു ആശയത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നുള്ളത്. നമ്മളെ കുട്ടികളുടെ സംസ്കരണത്തിലും അവരുടെ മാനസികമായ വളർച്ചയിലൊക്കെ നമ്മളെ കത്തുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാങ്കേതിക വിദ്യയിലുണ്ടായ പുതിയ കണ്ടുപിടുത്തങ്ങൾ വിരഹത്തിന്റെ ദൂരം കുറച്ചിട്ടുണ്ടെങ്കിലും കത്തെഴുത്തിന്റെ പ്രാധാന്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. കത്തിലെ വരികൾ പകർന്നു നൽകുന്ന വൈകാരികത പുതിയ സാങ്കേതിക വിദ്യകൾക്ക് അന്യമാണെന്ന് പറയാം. ആശയവിനിമയ ലോകത്ത് കത്തെഴുത്തിൻ്റെതെന്നു മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ചില ഗുണങ്ങളുണ്ട്. അതിന്റെ സമഗ്രതയും ആലോചിച്ചെഴുതുവാനുള്ള സമയവും ആവർത്തിച്ചു വായിക്കുവാനും എന്നും സൂക്ഷിച്ചു വെക്കാനുള്ള അവസരവും തുടങ്ങി അതിന്റെ പട്ടിക നീളുന്നു. ലോകത്ത് പല രാജ്യങ്ങളിലും ഇപ്പോഴും തപാൽ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. മാഗസിനുകളും ഫോൺ ബില്ലുകളും മാത്രം എത്തിക്കുവാനുള്ള സംവിധാനമായി തപാൽ ചുരുങ്ങിയെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെക്കുറെ ശരിയായിരിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജീവിക്കുന്ന അറബ് ലോകത്തെ പല രാജ്യങ്ങളും ആധുനിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി തപാൽ സംവിധാനം ഏറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 104 വർഷം പിന്നിടുന്ന UAE തപാൽ സംവിധാനത്തിന് ഇന്ന് 4 ലക്ഷം പോസ്റ്റ് ബോക്സുകളുണ്ട്. മണലാരണ്യത്തിലൂടെ ഒട്ടകപ്പുറത്ത് കത്തുകളുമായി സഞ്ചരിച്ചിരുന്ന അറബ് പോസ്റ്റുമാൻമാരില്ലെങ്കിലും പോസ്റ്റൽ സംവിധാനം ഉപയോഗപ്പെടുത്താൻ മിക്ക ഗൾഫ് രാജ്യങ്ങളും കാര്യമായ പ്രോത്സാഹനമാണ് നൽകുന്നത്. തിരക്കിനിടയിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണെങ്കിലും കത്തെഴുത്തിലേക്ക് പുതിയ തലമുറ എത്തിനോക്കുന്നത് അവരുടെ വ്യക്തിത്വ വികാസത്തിന് വരെ ഗുണം ചെയ്യുമെന്ന് നിരീക്ഷണങ്ങളുണ്ട്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് അതിഥികളായി എത്തുന്നത് അസീസ് തിക്കോടി പ്രഭാഷകനാണ്, പത്രപ്രവർത്തകനാണ്. അദ്ദേഹം കുവൈത്തിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. മറ്റൊരു അതിഥി അസ്മോ പുത്തഞ്ചിറ, കവിയും എഴുത്തുകാരനുമാണ്. അദ്ദേഹം അബുദാബിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം പ്രമീള ഗോവിന്ദ്, മാധ്യമ പ്രവർത്തക, ഷാർജയിൽ നിന്നും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കത്തുകൾ ആരുടെയും കത്ത് പ്രതീക്ഷിക്കാത്ത, ആർക്കും കത്തുകൾ മഷികൊണ്ട് എഴുതാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് മറ്റൊരു തപാൽ ദിനം ഇന്ന് ലോകം ആഘോഷിച്ചത്. കത്തുകൾ SMS-കൾക്കും ഇമെയിലുകൾക്കും വീഡിയോ കോൺഫറൻസുകൾക്കും വഴിമാറിയിരിക്കുന്നു. കത്തുകൾ പ്രവാസ ലോകത്തെ സംബന്ധിച്ചോളം, മലയാളികളെ സംബന്ധിച്ചോളം കത്തുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. കത്തുകൾ കാത്തിരുന്ന പ്രവാസ ലോകം എത്ര താമസിച്ചായിരുന്നാലും വേണ്ടപ്പെട്ടവരുടെ കത്തുകൾ ഭൂമിയുടെ അങ്ങേയറ്റത്തു നിന്നും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം അല്ല, ആ ഒരു കാലഘട്ടത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഇപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ആദ്യം അസീസ് തിക്കോടി കുവൈറ്റ് സിറ്റിയിൽ നിന്നും നമ്മോടൊപ്പമുണ്ട്. ശ്രീ അസീസ് തിക്കോടി, എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു കാലഘട്ടത്തെ? ലോക തപാൽ ഇരിക്കുന്ന ഈ ഒരു അവസരത്തില് പ്രവാസികളെ കുറിച്ച് അല്ലെങ്കിൽ പ്രവാസികളുടെ ഏറ്റവും ബന്ധപ്പെട്ട പ്രവാസികളെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിച്ചതിന് മീഡിയ വണ്ണിന് പ്രത്യേകം നന്ദി പറയാം. ഞാൻ 1906 മുതൽ പ്രവാസി ജീവിതം നയിക്കുന്ന ഒരാളാണ്. ഇതിന്റെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് വിദ്യ വികസിച്ച ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നഷ്ടങ്ങളും അത് നേട്ടങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇരുന്ന ഒരു മാനസികമായ ഒരു ഉല്ലാസം അല്ലെങ്കിൽ ഇന്ന് ടെക്നോളജി ഉപയോഗിച്ചെടുത്താലും ആ ഒരു കത്തിൽ നിന്ന് ലഭിച്ചിരുന്ന കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു കത്ത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് അയക്കുന്നു അല്ലെങ്കിൽ മക്കൾക്ക് അയക്കുന്നു, ആർക്കെങ്കിലും ആണ് ശക്തമായ ഒരു വ്യാപ്തി നടന്നിരുന്നു, മനസ്സിൽ വ്യക്തം കഴിഞ്ഞിരുന്നു. വാക്കുകൾ കത്തിലേക്ക് പകരുമ്പോൾ അത് യഥാർത്ഥമായ വികാരം, പ്രത്യേകിച്ച് വിരഹത്തിന്റെ, വേദനയുടെ, ആ കണ്ണീരിന്റെ, ദുഃഖത്തിന്റെ എല്ലാം ഈ കത്തിലേക്ക്, അക്ഷരങ്ങളിലേക്ക് ഉൾക്കൊള്ളാൻ അന്ന് കഴിഞ്ഞിരുന്നു. ഇന്ന് ഒരു സെക്കൻഡ് നടത്തുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ. അത് നാട്ടിൽ നിന്നായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റ് ജില്ലയിലാണെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ വിവരം എത്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കഴിയുന്നുണ്ട്. പക്ഷെ ഞാൻ ശ്രീ അസീസ് തിക്കോടി, ക്ഷമിക്കണം, താങ്കളുടെ ശബ്ദം വ്യക്തമല്ല. പ്രമീള ഗോവിന്ദ്, ഇപ്പോൾ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ പ്രമീള ഗോവിന്ദിലേക്ക് പോകുന്നു. ശ്രീ പ്രമീള ഗോവിന്ദ്, എത്രത്തോളം പ്രധാനമായിരുന്നു കത്തുകൾ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം? നമസ്കാരം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ മണവും നാട്ടിലെ ഓരോ വിവരങ്ങളും അവരൊരുപക്ഷെ നാടിന്റെ സ്പന്ദനം അറിഞ്ഞിരുന്നത് കത്തുകളിലൂടെ ആയിരുന്നു എന്ന് പറയണം. പണ്ട് ഒരുപക്ഷെ ഒരു കാര്യം നാം പരിശോധിച്ചാൽ മനസ്സിലാകും, മുൻപ് പേർഷ്യയാണ് സംഘടിതമായ ഒരു തപാൽ സംവിധാനം ആദ്യം കൊണ്ടുവരുന്നത്. പേർഷ്യൻ രാജാവായിരുന്നു. പിന്നീട് ഒട്ടകങ്ങളുടെ പുറത്ത് കത്തുകൾ കൊണ്ടുവന്നിരുന്ന ഒരു കാലത്ത് നിന്ന്, കുതിരകൾ ഉപയോഗിച്ച് കത്തുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് വളരെയധികം നവീകരിച്ച് വലിയ വലിയ സംവിധാനങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷെ ഇന്നും ഇവിടെ ഒരു പോസ്റ്റൽ സംവിധാനം അതിന്റെ എല്ലാ പ്രായോഗിക തലങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ ഓരോരുത്തർക്കും അതിന്റെ എത്രമാത്രം അതിനോട് ആ ഒരു വൈകാരികത ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച്. ഇന്നും പ്രവാസികൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരു കത്തിനു വേണ്ടി ഇമെയിലും ഫോൺ കോൾസും ഒക്കെ ഉള്ള അപ്പോഴപ്പോൾ മെസ്സേജുകൾ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലും ഒരു കത്തിന് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു വൈകാരികത, ആ ഒരു സ്നേഹവും മണവും ഒന്നും ഇന്ന് ഈ ഇമെയിലിനോ ഫോൺ കോളിനോ ഒന്നും സാധിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശ്രീ പ്രമീള ഗോവിന്ദ്, 2-3 ഫാക്ടേഴ്സ് നമ്മെടുക്കാം കത്തിന്റെ കാര്യത്തിൽ. സ്വകാര്യത, അത് നൽകുന്ന സ്വകാര്യത, വ്യക്തികൾ, കത്തിലൂടെ സംവദിക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള അടുപ്പം, പിന്നെ ഈ കത്ത് നമുക്ക് ലഭിക്കുന്നതിനുള്ള താമസം, ഈ 3 കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ ഇപ്പോഴുള്ള സംവിധാനങ്ങളാണോ, കത്തായിരുന്നോ, തപാൽ സംവിധാനമായിരുന്നോ മികച്ചത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ഒരു കത്ത് എന്ന് പറയുന്നത് നമ്മുടെ കൈയക്ഷരത്തിൽ നമ്മൾ രണ്ടാമതൊരാൾക്ക് നമ്മളെ തന്നെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. ഒരു ഒപ്പ് പോലെ, സിഗ്നേച്ചർ പോലെ നമ്മുടെ കൈയക്ഷരത്തിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സാണ് അതിലൂടെ നമുക്ക് അവിടെ എത്തിക്കാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ആ നിമിഷം, ഒരു കത്ത് എഴുതുന്ന ആ നിമിഷം, അതിലെ വൈകാരികത, എന്തൊക്കെ ഫീലിങ്സ് വെച്ചായിരുന്നു നമ്മൾ ആ കത്ത് എഴുതിയത്, അതുകൂടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് തോന്നുന്നു. മറ്റൊന്ന്, ഒരു കത്ത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആകുന്നത് നമ്മളൊരു മനുഷ്യനിൽ കൂടി തന്നെയാണ് അത് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. അവിടെ ഒരു മാനവികതയും കൂടി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മറ്റൊരു ആളിൽ കൂടിയാണ് പോകുന്നത്. ഇന്നിതിപ്പോ ഒരു സൈബർ സ്പേസിൽ നമ്മൾ മെയിലിൽ കൂടി അപ്പോഴപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ
ഒരു സൈബർ സ്പേസ് എന്ന് പറയുന്നത്, അവിടെ എത്രമാത്രം ഇങ്ങനെ ഒരു വൈകാരികത നമുക്ക് എത്തിക്കാൻ സാധിക്കും? മറ്റൊന്ന്, ഈ സൈബർ സ്പേസിലല്ലേ നമ്മളിപ്പോ ബിഗ് ബ്രദറും സർവേലൻസും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത്തരം ഒരു പൊതുസമൂഹമോ ഒരു വിഭാഗമോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നമ്മൾ സംശയത്തിന്റെ നിഴലിലേക്ക് നമ്മളെ മറ്റൊരാൾ നിരീക്ഷിക്കുന്നു എന്നൊരു ചിന്ത വരുന്നത് ഇങ്ങനെ ഒരു സൈബർ സ്പേസിൽ കൂടിയല്ലേ? പക്ഷേ പ്രമീള, താങ്കൾ സ്വകാര്യതയുടെ കാര്യം പറഞ്ഞു, നമ്മുടെ ഇമെയിലുകൾ ചോർത്തപ്പെടുന്നു, മറ്റുള്ളവർ കാണുന്നു എന്നൊക്കെ. ഞാൻ ആലോചിക്കുന്നത്, പണ്ട് കാലത്ത് നിരക്ഷരായ ആൾക്കാരും കത്തുകൾ ഉപയോഗിച്ചിരുന്നു. മറ്റുള്ളവരെ കൊണ്ട്, വായന അറിയാവുന്ന മറ്റാരെങ്കിലും കൊണ്ട് കത്ത് വായിച്ച് കേൾപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോഴും ഈ സ്വകാര്യതയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഒന്ന് പറഞ്ഞോട്ടെ, ഒരു പോസ്റ്റ്മാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മാസ്റ്ററോ നമ്മുടെ ഒരു കത്ത് നമുക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു ധാർമ്മികതയുടെ വശത്തു നിന്ന് പരിശോധിക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ല, ഒരു ദോഷവശത്തിന് വേണ്ടി അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. മറ്റൊരു കാര്യം, ഒരു സമൂഹം മൊത്തത്തിൽ ഒരു ഭരണകൂടത്തിനാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടി ചോദ്യം ചെയ്യപ്പെടുന്നു, നമ്മളെ സർവേ ചെയ്യുന്നു, നമ്മളെ നോക്കിക്കൊണ്ട് ബിഗ് ബ്രദർ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഏതാണ് കൂടുതൽ അപകടം എന്ന് ചിന്തിക്കുന്നതല്ലേ നല്ലത്? ഗവൺമെന്റിന്റെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ഈ കത്തിലൂടെ സംവദിക്കുന്ന രണ്ട് വ്യക്തികളുടെ സ്വകാര്യതയെക്കുറിച്ചാണ് ചോദിച്ചത്. അന്നും നിരക്ഷരരായ ആൾക്കാർ മറ്റുള്ളവരെ വെച്ച് അത് വായിച്ച് കേൾക്കുകയും അവരെ കൊണ്ട് കത്തുകൾ എഴുതിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സാങ്കേതികമായ സ്വാഭാവികമായി ഉണ്ടായ വികാസം ആയി പുതിയ സംവിധാനങ്ങളെ കാണുകയും അത് ഉപയോഗപ്പെടുത്തുകയും അല്ലേ ചെയ്യേണ്ടത്? മറ്റ് ഗൃഹാതുരത മാത്രമായി അവശേഷിപ്പിച്ചുകൊണ്ട് ഗൃഹാതുരത പുതിയ സാങ്കേതിക വിദ്യയോട് നാം അടുപ്പം കാണിക്കരുതെന്നല്ല, അതിനെ കൈനീട്ടി വാങ്ങരുത് എന്നും അല്ല ഞാൻ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഒരു കത്ത് എഴുതുന്നതിലൂടെ, കത്തെഴുതുന്ന സംസ്കാരം, കത്തെഴുതുന്ന ശീലം നഷ്ടപ്പെടുന്നതിലൂടെ നമുക്കൊരു സംസ്കാരം തന്നെയാണ് നഷ്ടപ്പെടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കൈയക്ഷരത്തിലെ കൂടി നാം നമ്മുടെ മനസ്സ് എത്തിക്കുന്നിടത്ത് ഇന്ന് എവിടെയാണ് സൈബർ സ്പേസിൽ നമ്മുടെ മനസ്സ് നമുക്ക് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സാധിക്കും? യഥാർത്ഥത്തിൽ ചില ഫോട്ടോകൾ നമ്മൾ സൂക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫോട്ടോകൾ സൂക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ആ ഫോട്ടോകളിൽ നമ്മുടെ ആ ഫോട്ടോ എടുത്ത ചില നിമിഷങ്ങൾ കൂടി നാം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ ഫോട്ടോകൾ നമ്മൾ ഇന്നും ഈ സൈബർ യുഗത്തിലും നാം സൂക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊന്നു തന്നെയല്ലേ ഒരു കത്ത് എഴുതുമ്പോൾ അന്ന് ആ കത്ത് എഴുതിയ ആ തീവ്രത ഒരുപക്ഷെ വിരഹത്തിന്റെ ആവാം, പ്രണയത്തിന്റെ ആവാം, അല്ലെങ്കിൽ അച്ഛനോടുള്ള സ്നേഹമാകാം, അമ്മയോടുള്ള സ്നേഹമാകാം. അതൊക്കെ നാം പാസ് ചെയ്തിരുന്നത് ആ ഒരു നിമിഷം കൂടി നമ്മളുടെ മനസ്സിലേക്ക് എന്നെന്നും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നല്ലേ. അതുകൊണ്ടല്ലേ ഇന്നും പഴയ കത്തുകൾ സൂക്ഷിച്ചു വെക്കുന്ന പലരും നമ്മുടെ ഇടയിലുള്ളത്. തീർച്ചയായും. പ്രമീള ഗോവിന്ദ് ദയവായി ലൈനിൽ തുടരുക. വീണ്ടും അസീസ് തിക്കോടിയിലേക്ക് പോകുന്നു. അസീസ് തിക്കോടി, പ്രമീള ചില അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. കത്ത് നൽകിയിരുന്ന സ്വകാര്യത, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അടുപ്പം, ഇതേ അഭിപ്രായം തന്നെയാണോ താങ്കൾക്കുള്ളത്? ഇമോഷൻ ഫാക്ടർ ഇന്ന് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അക്ഷരത്തിലിരുന്ന ആ മാനസിക വ്യാപാരം ഇന്ന് നമ്മുടെ സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നു, എത്ര ടെക്നോളജി ഒക്കെ ശരിയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് വിവരങ്ങൾ കൈമാറാനുള്ള അവസരമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു യഥാർത്ഥ ആ ഒരു മറു വ്യക്തിയിലേക്ക് പകർന്നിരുന്ന കത്തുകളുടെ ആ ഒരു സ്ഥാനം ഇന്ന് ലഭിക്കുന്നില്ല. നമുക്ക് എന്താണോ അത് ശരിയാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അത് മറുഭാഗമായാലും വിരഹമായാലും അല്ലെങ്കിൽ മറ്റു മക്കളോടുള്ള വാത്സല്യമായാലും ഒക്കെ കത്ത് ലഭിക്കുന്ന ആ ഒരു വാത്സല്യം ഇന്ന് നമുക്ക് SMS-ലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ. പക്ഷെ അസീസ്, പുതിയ തലമുറയിലെ ആരും ഇത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അവർ SMS-ലൂടെ അവരുടെ ഹൃദയം പങ്കുവയ്ക്കുന്നു, അവർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അവർ ഹൃദയം പങ്കുവയ്ക്കുന്നു, ഗൂഗിൾ ചാറ്റിലൂടെ ഹൃദയം പങ്കുവയ്ക്കുന്നു. തീർച്ചയായും ഇന്നത്തെ തലമുറ അവർ കാണുന്നതും ഇത് തന്നെയാണ്. മറ്റതിനെ കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ അവർക്കറിയില്ല, അറിയില്ല. ശ്രീ അസീസ്, താങ്കളേക്ക് തിരിച്ചു വരാം. ക്ഷമിക്കണം, ശബ്ദത്തിൽ സാങ്കേതിക തകരാറുണ്ട്. ഇപ്പോൾ അസ്മോ പുത്തഞ്ചിറ, കവിയും എഴുത്തുകാരനുമായ അസ്മോ പുത്തഞ്ചിറ അബുദാബിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അസ്മോ പുത്തഞ്ചിറ, ചില കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കത്തുകൾ ഒരു സർഗാത്മക പ്രക്രിയ കൂടിയായിരുന്നു. ഒരു കവിയായ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കത്തിലൂടെ വലിയൊരു സർഗാത്മക പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട്.